സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുമ്പോഴും വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുകയാണ്. സംസ്ഥാനത്തെ 13,000-ഓളം വരുന്ന സ്കൂൾ പാചക തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക്. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അധികൃതർ മുഖം തിരിക്കുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ പാചക തൊഴിലാളികൾ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. കുട്ടികൾക്ക് അന്നം വിളമ്പുന്ന പാചക തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങളേറെ അകലെയാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടെ പാചക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചത് വെറും 175 രൂപ മാത്രമാണ്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്കൂളുകളിലായി 10,000-ലേറെ പാചക തൊഴിലാളികളുണ്ട്. ഒരാഴ്ചക്കാലം മുഴുവൻ കുട്ടികൾക്ക് അന്നം വിളമ്പിയവർ ഒടുവിൽ പിരിഞ്ഞു പോകേണ്ടി വരുന്നത് വെറും കൈയോടെയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ പരം വരുന്ന തൊഴിലാളികളാണ് ആ മേഖലയിൽ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്നത്. ആ ആളുകളൊക്കെ തന്നെ ഇന്ന് ആ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരായി മാറിയെങ്കിൽ ഏറ്റവും പുരോഗമനത്തെ പറ്റി സംസാരിക്കുന്ന നമ്മുടെ സംസ്ഥാനം, ഏറ്റവും സ്ത്രീ ശാക്തീകരണത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഈ സംസ്ഥാനം, ഈ സ്കൂൾ പാചക തൊഴിലാളികളുടെ വിഷയം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ്. ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള പ്രക്ഷോഭങ്ങൾക്കാണ്, സമരമാർഗങ്ങൾക്കാണ് ഞങ്ങൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. മിനിമം കൂലി 1000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമാക്കുക, ആശ്രിത നിയമനം, പെൻഷൻ തുടങ്ങിയവ അനുവദിക്കുക, മെഡിക്കൽ ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ കേവലം തൊഴിലാളികളുടെ ആവശ്യം മാത്രമാണ് പാചക തൊഴിലാളികൾ മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് സ്കൂൾ പാചക തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ജനം, കോഴിക്കോട്.